ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ ക്ഷീണകാലമാണ് എന്ന് തോന്നുന്നു. അത് അയ്യപ്പ കോപമാണോ വേറെന്തെങ്കിലും കോപമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മറുവശത്തുനിന്ന് കൊണ്ടുപിടിച്ച പ്രചാരണം നടക്കുന്നുണ്ടോ അതിൻ്റെ ബലമാണോ എന്നും അറിഞ്ഞുകൂടാ. വല്ലാത്തൊരു ശനിദശയിൽ കാരണഭൂതവും കൂട്ടരും അകപ്പെട്ടതുപോലെ തോന്നുന്നു. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അതെ, ഒരു സീക്വൻസിൽ അവർക്ക് തിരിച്ചടികളുണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തന്ത്രിക്ക് ജാമ്യം കിട്ടി, ഇടതുപക്ഷത്തിന് ക്ഷീണം. വാസ്തവത്തിൽ അവർക്ക് ക്ഷീണം തോന്നുന്നുണ്ട് ഒരു കാര്യമില്ല, അവർക്കിതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ അവർക്കൊരു ക്ഷീണമാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നു. അതാണ് ഗോവിന്ദൻ ക്ഷോഭിച്ചിട്ട് തന്ത്രി പെരുങ്കള്ളനാണെന്നൊക്കെ പറയും. അല്ല, ഗോവിന്ദനെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കറിയില്ല, SIT കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നു, അവർ റിമാൻഡ് ചെയ്യുന്നു, അവർക്ക് ജാമ്യം കിട്ടുന്നു, ചിലർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നു, എനിക്കറിയില്ല, ഇതൊക്കെ അവരുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ കൈ കഴുകാൻ ഇവർക്ക്. പക്ഷെ കൈ കഴുകാൻ തോന്നുന്നില്ല. അതെന്തോ ഒരു സെറ്റ് ബാക്കാണ്, നമ്മൾക്ക് ഒരു ക്ഷീണമാണ് ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഉടനെ തോന്നുകയാണ് ഹിന്ദു വോട്ടുകൾ മുഴുവൻ പോയല്ലോ അയ്യപ്പ. വെറുതെ വിലയ്ക്ക് വാങ്ങുന്ന പരാജയം, അത് വഴിയെ പോകുന്നതാണ് അത്. പക്ഷെ അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ സർവേ ഹൈക്കോടതി റദ്ദാക്കി. അത് സർക്കാരിന് തിരിച്ചടി തന്നെയാണ്. അത് ശ്രദ്ധിക്കാവുന്നൊരു കാര്യം, അത് ചീഫ് സെക്രട്ടറി പിണറായി വിജയനിട്ട് വെച്ച പാരയാണ്. സാറേ, റൂൾസ് ഓഫ് ബിസിനസ് അറിയാത്ത ആളൊന്നുമല്ല ഈ ചീഫ് സെക്രട്ടറി. എന്താണ് അങ്ങയുടെ പേര്? ജയതിലകൻ. വർഷം കുറേ ആയല്ലോ അങ്ങേര്. അപ്പോൾ അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് ഈ സകല ചട്ടങ്ങളും ന്യായങ്ങളും ഒക്കെ ലംഘിച്ചിട്ട് സർവേ. ജോലിയൊന്നും അറിയില്ല എന്ന് പ്രശാന്ത് ബ്രോ എന്ന് പറഞ്ഞ ഒരാൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. അല്ല, അതെന്താണെന്നറിയാമോ, ഈ ചെയ്യേണ്ട ജോലികൾ വൃത്തിയായിട്ട് ചെയ്യാൻ അങ്ങനെക്കറിയാം. അപ്പോൾ അതിന് പ്രശാന്ത് ഒരു തടസ്സമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് പ്രശാന്തിനെയും പുള്ളി വളരെ ബുദ്ധിപൂർവ്വം അങ്ങ് പുറത്താക്കി. ഇത്രയധികം കാലം സസ്പെൻഷൻ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല IAS-ൽ. ബട്ട് ഇതുമൊക്കെ സാർ നോക്കിയോ, പൊതുജനാഭിപ്രായം സർക്കാരിന് എതിരായിട്ട് തിരിയുന്ന ഒരു കാര്യമാണ് ഈ പ്രശാന്ത് IAS-ന്റെ സസ്പെൻഷൻ. 3 തവണയും മറ്റോ ഇപ്പോൾ ഓരോ കാര്യം പറഞ്ഞു പോയാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ല, മറ്റേ ഭരണകൂടം തന്നെ മാറണം. ഭരണകൂടം മാറുക. ഭരണകൂടം മാറിയാലും ചിലപ്പോൾ ജയതിലക് മാറിയില്ലെങ്കിൽ പ്രശാന്തിന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജയതിലകുള്ളിടത്തോളം പറ്റും. കാരണം സാർ, അടുത്ത ഭരണകൂടത്തെ വരുതിയിലാക്കാൻ ഈ ജയതിലകുമാർക്കറിയാം. ഒരു ജയതിലക അല്ല സെക്രട്ടേറിയറ്റിൽ. അല്ല, അത് മിക്കവാറും അങ്ങനെയല്ലേ എപ്പോഴും സംഭവിക്കുന്നത്. ആണോ, അവരാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. ഭരണകൂടങ്ങൾ മാറും, മാറിയ ഭരണകൂടത്തെ. സാറൊരു കാര്യം, ഈ പറഞ്ഞ പ്രശാന്ത് IAS മാത്രമല്ല, മാറിയ ഭരണകൂടത്തെ എന്നും പറയാം. പ്രശാന്ത് IAS-നെ പിന്തുണയ്ക്കുന്ന UDF-ലെയോ BJP-ലെയോ ഒരു എണ്ണപ്പെട്ട നേതാവിനെ സാർ പറഞ്ഞു ഇല്ലല്ലോ. ഇപ്പം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അവർ ചിലപ്പോൾ ഇവർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, അവർ ഡിസ്മിസും കൂടെ ചെയ്തെന്ന് വരും. അതാണ്, അതുകൊണ്ടാണ് അവരാരും ഈ പ്രശ്നത്തിൽ തൊടുന്നില്ല. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഈ ജയതിലക് റൂൾസ് ഓഫ് ബിസിനസ് വയലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഇതൊക്കെ ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സാണ്. ഇൻഫാക്റ്റ് ആ ഫൈൻഡിങ്ങിന് ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് എഴുതില്ല കേട്ടോ. റൂൾസ് ഓഫ് ബിസിനസ് വയലേറ്റ് ചെയ്ത് ഇത്ര ധൃതി പിടിച്ച് ഈ സർവേ കൊണ്ട് നടത്തേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ചട്ടപ്പെടുത്തി നടക്കേണ്ടതാണ്. പക്ഷേ ഒരു ചട്ടം ലംഘിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു സർക്കാരിൻ്റെ തീരുമാനം ഞങ്ങൾ റദ്ദാക്കുന്നില്ല. ഇതായിരിക്കും എൻ്റെ വിധി. സർക്കാർ ഒരുപാട് അബദ്ധങ്ങൾ, കുറ്റങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നത് എല്ലാം ചട്ടപ്പിടിയാണ്, ഒന്നുമല്ല. അപ്പോൾ ഒരു പോളിസി ഡിസിഷൻ അവരെടുത്തു, അതിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തില്ല. അതിൻ്റെ പേരിൽ ആ പോളിസി ഡിസിഷൻ ഹൈക്കോടതി ക്യാൻസൽ ചെയ്തത്. എന്ത് വാങ്ങിക്കോട്ടെ, ഫലത്തിൽ പിണറായി വിജയനൊരു തിരിച്ചടി അതായി. ഇപ്പോൾ ഡേറ്റ ലീക്ക്, എംപ്ലോയീസിൻ്റെയൊക്കെ മൊബൈൽ നമ്പർ കയ്യിലുണ്ട്, അതിലെല്ലാം മെസ്സേജ് പോകുന്നു, പെൻഷൻ കൊടുക്കാൻ ഇത്ര തുക ചിലവായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് സ്വകാര്യതയുടെ ലംഘനം എന്നൊക്കെ പറയുന്നു.
ഞാൻ ഒന്നും മിണ്ടാറില്ല. സാറേ, കുറച്ച് കാലം മുമ്പ് വരെ വലിയ തടിയൻ ഡയറക്ടറി, എല്ലാവരുടെയും ഫോൺ നമ്പറും പേരും മേൽവിലാസമായിട്ട് സാറിൻ്റെ വീട്ടിലില്ലായിരുന്നു. അവസാനം ഈ മൊബൈൽ വന്നു കഴിഞ്ഞപ്പോൾ സാർ അത് എടുത്തിട്ട് ആർക്കോ തൂക്കി വിറ്റു. ഇത് എല്ലാവരുടെയും വീട്ടിൽ സംഭവിച്ച കാര്യമാണല്ലോ. അന്ന് ഈ രഹസ്യമില്ലായിരുന്നില്ല. ഇന്നിപ്പോൾ ഫോൺ നമ്പർ രഹസ്യമായത് എവിടെ വെച്ചാണ് എനിക്കറിയില്ല. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അനുസരിച്ച് സാറിന് ഒരു ഫോൺ കണക്ഷൻ ഇവർ തരുമ്പോൾ അതിൻ്റെ കൂടെ എറണാകുളം സെക്കൻഡറി സ്വിച്ചിങ് ഏരിയയിലുള്ള സകല ആൾക്കാരുടെ പേരും ഫോൺ നമ്പറും മേൽവിലാസവും അടിച്ച ബുക്ക് സാറിന് കൊടുത്തിരിക്കണം. ഇവിടെ ഒരു ടെലിഗ്രാഫ് ആക്ട് ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം. ഞാനൊരു ഇംഗ്ലീഷ് വാരിക ജോലി ചെയ്തിരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഈ വരിക്കാരെ കണ്ടുപിടിക്കണം. വരിക്കാരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സർക്കുലേഷൻ മാനേജർമാരും എല്ലാ പ്രൊഫഷണൽസും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ സാധാരണഗതിയിൽ ചെയ്തിരുന്നത് എന്താണെന്നറിയാമോ? റീഡേഴ്സ് ഡൈജസ്റ്റ് ഇല്ലേ, റീഡേഴ്സ് ഡൈജസ്റ്റ് അതിന് വരിക്കാരെ ചേർക്കാനായിട്ട് കുറിച്ചിട്ട് നമ്മൾ അയക്കുന്ന പരിപാടിയില്ലേ. അപ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റിന് ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ബേസ് ഉണ്ട്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ നിന്ന് ആ ബേസ് മുഴുവൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഡാറ്റയാണല്ലോ അതും. അവർക്കൊക്കെ നമ്മൾ കത്തയക്കുക എന്നുള്ള പരിപാടി ഇതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ടി ജി ഇത് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ശബരിമല പ്രശ്നം മൊത്തത്തിലൊന്ന് ഒതുക്കിയെന്ന് സർക്കാർ കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഊരാളുങ്കലിൻ്റെ ആഗോള മറ്റേ സംഗമത്തിൻ്റെ കണക്ക് വന്നത്. അല്ല, അത് വാസ്തവത്തിൽ അത് ഒതുക്കി തീർക്കാനും മൊത്തം ശബരിമലയിൽ ഒതുക്കി തീർക്കാനുമായിട്ടാണ് മഹാസമർത്ഥനായ ജയകുമാറിനെ അവിടെ വിട്ടത്. പുള്ളി എല്ലാ പ്രശ്നത്തിലും ഈ ചന്ദന ലേപ സുഗന്ധം വരുത്തുന്ന ആളാണ്. എല്ലാം വളരെ സ്മൂത്തായിട്ടില്ല. ഇപ്പോഴും ചെയ്ത് കണ്ടില്ല. പുള്ളി വന്നു. അപ്പോൾ കോടതി ഇങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് തെറ്റാണെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു 26-ാം തീയതി 17-ാം തീയതി ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അന്നെല്ലാം ഫൈനലായി. 17-ാം തീയതി പുള്ളി പറഞ്ഞു 26-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അന്നെല്ലാം ഫൈനലായി. ഇപ്പോൾ പുള്ളി കോടതിയിൽ പറയാൻ പോകുന്നു 26-ാം തീയതി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കേട്ടോ, കുറച്ചുകൂടെ സമയം നീട്ടി തരണം. പണ്ടേ നീട്ടി കൊടുത്ത സമയമാണ്. ഈ ഞാണിന്മേൽ കളി നടത്താൻ സാമർത്ഥ്യം രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ ജയകുമാറിനുണ്ട്. അതുകൊണ്ട് ജയകുമാറിനെ അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ പിടിയിൽ നിൽക്കുന്നില്ല. ഓരോ പ്രശ്നമായിട്ട് ദിവസവും കയറി വരുന്നു. ജയകുമാർ പറഞ്ഞ പത്രസമ്മേളനം ഞാൻ കണ്ടു. എനിക്കതൊന്നും മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ MOU പ്രകാരം 7.5 കോടി ഉണ്ട്, പക്ഷെ ഞങ്ങൾ 4 കോടിയെ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്താണത്? അല്ലേ, അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കണക്ക് കട്ടാലും മര്യാദക്ക് കണക്ക് എഴുതി കൊടുക്കാല്ലേ ഇല്ലേ? അത് വല്ലതും ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ഇവർ കാണിക്കുന്നത്? കട്ടാൽ പോലും വളരെ മനോഹരവും സുന്ദരമായിട്ട് കണക്ക് അവതരിപ്പിക്കാനുള്ള സംവിധാനമുള്ള സമയത്ത് എന്താണ് ചെയ്യാത്തതെന്നല്ലേ? അക്കൗണ്ടന്റിന് കൊറീസിനൊന്നും മറുപടി കൊടുത്തില്ല. സാറേ, അത് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പണ്ട് കെൽട്രോണിൽ ഇരുന്നപ്പോഴുള്ള സംഭവം ഞാൻ പറയാം. ശബരിമലയിൽ CCTV വയ്ക്കണം. കെൽട്രോണിൻ്റെ ആൾക്കാരാണ് പോയത്. അപ്പോൾ അവർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസാണ്. അവർ പോയി വന്നു. അപ്പോൾ അവർക്ക് ചിലവിന് പൈസയൊക്കെ കൊടുക്കില്ല. അതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്യും. ഒരുത്തൻ ബില്ല് സബ്മിറ്റ് ചെയ്യാണ്. പമ്പ ടു സന്നിധാനം ഓട്ടോറിക്ഷ 150 രൂപ. ഞാൻ അയാളെ വിളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ബില്ല് തിരിച്ചെടുത്തിട്ട് വേറെ എന്തെങ്കിലും നുണ എഴുതാം. ഇതിൻ്റെ താഴെ എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 150 രൂപ ഓട്ടോറിക്ഷ പിടിച്ചു. പണ്ടൊരു കോട്ടയത്തൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ലേഖന പത്രം പുറത്താക്കി. എന്താണെന്നറിയോ? ഇയാൾ അങ്ങോട്ട് കൊടുത്ത ബില്ലിലെ ശബരിമലയ്ക്ക് ട്രെയിനിൽ പോയ ചാർജും കൂടി ഉണ്ടായിരുന്നു. സെക്കൻഡ് AC ചാർജ്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതും. ഇത് ഇതിപ്പോൾ എൻ്റെ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച് അയാൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒപ്പിടുമായിരുന്നു. പക്ഷേ ഇത് ഒപ്പിടാൻ പറ്റില്ലല്ലോ. ഇത് തീർത്തും അവാസ്തവമായൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു, വേറെ എന്ത് 150 രൂപയ്ക്ക് പരിപ്പോടെ അത് എന്തെങ്കിലും എഴുതി വയ്ക്കുക, ഞാൻ ഒപ്പിട്ട് തരാം. അപ്പോൾ പോട്ടെ, നമ്മളതിൽ ആ കാര്യത്തിലൊക്കെ വളരെ ലിബറലാണ്. പക്ഷേ ഇത് ഈ സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് ജയകുമാറിന് ഇത് ഓഡിറ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പറ്റാത്തത്. ഈ സാധനം ആ ഓഡിറ്റർ വിജയകുമാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ബില്ലും സംഗതിയൊക്കെ. ഇനിയിപ്പോൾ ബില്ല് മാറ്റിയിട്ട് വേറൊരു ബില്ല് വയ്ക്കാൻ പറ്റുമോ? വിജയകുമാർ മോഹൻദാസ് അല്ലല്ലോ. മാത്രമല്ല, ഇവർ എന്നെപ്പോലെ ഒരു എംപ്ലോയി റിലേഷനൊന്നും ഇതിനകത്തില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റേഴ്സാണ്.
അപ്പോൾ അത് ഇപ്പം എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. അല്ല ഇത് മുഴുവനെന്ന് പറഞ്ഞാൽ ഒട്ടും ആസൂത്രിതമല്ലാതെ ഓരോരുത്തർക്കും കൈയിട്ട് വാരി എന്തും ചെയ്യാവുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറിയതിൻ്റെ ഫലമായിട്ടുള്ള ദുരന്തമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. കളവ് നടത്തിയാൽ പോലും അതിനൊക്കെ ഒരു ആസൂത്രിതമായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്ത് ഈ ഇത് കാണിക്കുന്നത് മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നികേഷ് കുമാറിനെ എടുത്തു വെച്ചത്. അപ്പൊ മൊത്തം അവിടെ അതിനേക്കാൾ മറ്റേ MA ബേബി എല്ലാ വീട്ടിലും പോയി പാത്രം കഴുകുന്നു, ഇങ്ങനെ തുടങ്ങിയതാ. പിന്നെ മറ്റേ ചായ മഗ് പിണറായി വിജയൻ പിടിച്ചത്. പിന്നെ ഒറോട്ടിക്കഥ, പിണറായി വിജയൻ ഒറോട്ടിക്കഥ പറഞ്ഞ ഉടനെ ദിവാകരൻ മറ്റേ ചൂരമീൻ്റെ കൊണ്ടുവന്നിട്ട് ഇത് പൊളിഞ്ഞ് പാളീസായിപ്പോയി. പിന്നെ 2000 രൂപ പെൻഷൻ കൊണ്ട് ഒരു മൊയ്തിക്ക സ്റ്റേജിൽ കൊടുത്തത്. അല്ല, അതൊക്കെ തൊട്ടത് മുഴുവൻ ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിലെ ഇത്തരത്തിലുള്ള PR വർക്കുകൾ ആയിരുന്നില്ല അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അവർക്കും ജനങ്ങൾക്കും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. അത് ആണ് അവർ ചെയ്യേണ്ടത്. അതിന് പകരം അവർക്ക് പരിചയമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വീണ ജോർജിന് അറിയാൻ പാടില്ലാത്ത ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. PR വർക്ക് ഇവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത്. അപ്പോൾ PR വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും ഇവരെ ഉണ്ടാക്കി വെക്കും. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി PS-നൊക്കെ മറ്റേ വർക്ക് ചെയ്യുന്ന കാലത്തും ഒക്കെ വീട് വീടാന്തരം കയറി ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഈ ബന്ധം അറ്റുപോയി PR ഏജൻസിയൊക്കെ ഏൽപ്പിക്കുമ്പോൾ പറ്റുന്നതാണ് ഇതെന്നാണോ? ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് പാർട്ടി പ്രവർത്തനം മാറിയാൽ അതിൻ്റെ തകരാറുകളൊക്കെ അതിനെ ബാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് PR വർക്കായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റുമ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് വിശദീകരിക്കാനാവാത്ത ചില സംഭവങ്ങളുണ്ട്. വിശദീകരിക്കാനാവാത്ത സംഭവങ്ങളും ഉണ്ടാകുന്നു. വെറുതെ വയറ്റിക്കിടന്ന് കർത്തൃക തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രത്യക്ഷപ്പെടുന്നു. അല്ല, അത് മാത്രമല്ല, 5 വർഷമായി അത് വയറ്റി കിടപ്പുണ്ട്. അത് മാത്രമല്ല, അതൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ആര് ഭരിച്ചാലും ഈ ഇങ്ങനെ കത്രികക്ക് വീഴും. പക്ഷേ ആളുകളോട് എങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കുകയും അവരോട് എങ്ങനെ പെരുമാറുകയും ചെയ്യുന്നു ഉള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. അവിടെയുള്ള തകരാറ് പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കെട്ടിടം ഇടിഞ്ഞു വന്നു ഇല്ലേ? അതും തെരഞ്ഞെടുപ്പിന് തൊട്ടും നേരത്തെ ഇടിഞ്ഞു വീഴാമായിരുന്നു. കഷ്ടകാലം എന്ന് പറയുന്ന വിശദീകരിക്കാനാവാത്ത സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ഈ അയ്യപ്പ കോപം എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനെ ആകുമ്പോൾ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന തരത്തിലായിരിക്കില്ല. ഇപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങൾ വരില്ലേ, വെള്ളപ്പൊക്കം എന്നൊക്കെ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണോ? അങ്ങനെ ഒരു വലിയ മലയിടിച്ചിലിന്റെ ചോട്ടിൽ നിൽക്കുകയാണ് ഇപ്പൊ CPM ഇടതു മുന്നണി എന്നൊക്കെ ഉള്ള മട്ടില്. ഇതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഇത്തരത്തിലുള്ള വിശദീകരിക്കാനാവാത്ത സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. പക്ഷേ അതിനോട് എങ്ങനെ ക്രിയാത്മകമായിട്ട് റിയാക്ട് ചെയ്യണം അത് ഇവർക്ക് അറിയില്ല. അതറിയാൻ പാടില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ വൻ തിരിച്ചടി ഉണ്ടാവണം. അതിൻ്റെ അകത്ത് ഇതിലെങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? നമ്മൾ മനുഷ്യൻ എന്ന നിലക്ക്, അതേപോലെ തന്നെ ഈ മനുഷ്യപ്പറ്റുള്ള ഒരു പാർട്ടിയുടെ ഭാഗം എന്ന നിലക്കും എങ്ങനെ പെരുമാറണം, ആ പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മറ്റൊരു മുഖം എന്ന് പറഞ്ഞാൽ മുഴുവൻ PR വർക്കുമായിട്ട് റിലേറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നത്, കൃത്രിമത്വമായി ആർട്ടിഫിഷ്യലായി മാറി. മറ്റേ പിയേഴ്സണും എനിക്കും അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയന്റെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം, ആ വാസവനെ പയ്യന്നൂരിലേക്ക് അയച്ചിട്ട് മാധവ് പൊതുവാളിന്റെ കയ്യിൽ നിന്ന് ഒരു ചാർത്ത് മേടിക്കുക, അതനുസരിച്ചിട്ടുള്ള ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യുക. അതല്ലാതെ വേറെ വഴി ചെയ്തു കഴിഞ്ഞു സാർ. അത് ചെയ്ത് അതിന്റെ ഫോട്ടോയും പുറത്തു വന്നില്ലേ? മാധവ് പൊതുവാളിന്റെ അടുത്ത് വാസവനല്ല ഗോവിന്ദൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാർത്ത് മേടിച്ചു. ആ ചാർത്ത് മേടിച്ചപ്പോ മാധവ് പൊതുവാള് പറഞ്ഞു, ഈ കിട്ടിയ പാപം ഉണ്ടല്ലോ ശബരിമലയിൽ നിന്ന് യുവതി പ്രവേശനം വീതിച്ചു കൊടുക്കാൻ. അതാണ് അയ്യപ്പ സംഗമം. അതെ, അയ്യപ്പ സംഗമത്തിൽ പോയി ഊണ് കഴിച്ചവരുടെ എല്ലാം അവരൊക്കെ പാപത്തിന്റെ ഷെയർ മേടിച്ചു. ഈ അയ്യപ്പ സംഗമം നടത്താൻ ഇവർ പോകുമ്പോഴേ എന്നോട് പാർട്ടിയുടെ വളരെ സീനിയറായ ഒരു നേതാവ്, ഇവർക്ക് എന്താണ് പ്രാന്താണ്, ഇത് അവരുടെ ജോലിയല്ല, ഇത് CPM ജോലിയല്ല, എന്തിനാണ് ഇവർ പോകുന്നത് എന്ന് ചോദിച്ചാണ്. അതുമാതിരി ചോദിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ഇന്നലെ ഒരാൾ പറയുകയാണ്, ഈ മാധവ് പൊതുവാളിൻ്റെ
മറ്റേ ഇരിക്കുന്നുണ്ടല്ലോ മാധവ പൊതുവാൾ, ചുമരിൽ നോക്കിയാൽ 4-5 ചിത്രം വെച്ചിട്ടുണ്ട്. പൊതുവാൾ ഇരിക്കുന്ന ആ മുറിയിൽ ഒരു ചിത്രം ബാൽ താക്കറേടേതാണ്. ബാൽ താക്കറെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ജ്യോത്സ്യത്തിൽ ആരും വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ആ പുള്ളിയുടെ പടമാണ് മാധവ പൊതുവാൾ ചുമരിൽ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ എന്താണ് മദ്യം കഴിക്കുന്നവരുടെ മുന്നിലേ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി വെക്കുന്നത് പോലെയാണ് അതിന്റെ പടം വെക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഈ ബാൽ താക്കറെയൊക്കെ പറയുന്നത്. ആത്മവിശ്വാസം ഉള്ളവന് ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ TG പറഞ്ഞു വെച്ച് എനിക്ക് തോന്നുന്നു ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു മുന്നണിയാണ് അതിപ്പോ എന്ന് തോന്നുന്നു. അത് ആത്മവിശ്വാസത്തിൻ്റെ മാത്രമല്ല, തങ്ങൾ പെർഫോം ചെയ്തിട്ടില്ല എന്ന് മുന്നണിയിലെ ഒരുപാട് പേർക്ക് അറിയാം. മന്ത്രിമാർക്ക് മൊത്തം ദാരിദ്ര്യമുള്ള ആളുകളുടെ എണ്ണം ഏതാണ്ട് 4000 മറ്റോ ഇത് മുഴുവൻ എടുത്ത് കളഞ്ഞില്ലേ? അതിദരിദ്രന്മാരെ മുഴുവൻ. അല്ല ഇതൊക്കെ അല്ലെ PR വർക്കിന് നടക്കുമ്പോഴേ ഇങ്ങനെയുള്ള പരിഹാസങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. അത് PR വർക്കിന്റെ ദുരന്തമാണ്. ഇവർക്ക് മനസ്സിലാവാത്തതിന്റെ പ്രശ്നം മാത്രമാണ്. ഇത്തരം കാര്യങ്ങൾ ഇന്നോ മറ്റോ ഉദ്ഘാടനം ചെയ്യാതിരുന്നാണ് ആ കെട്ടിടം മുഴുവൻ വീടുകളെ മാറ്റി വെച്ചു ഒരാഴ്ചത്തേക്ക്. അത് 1-ാം തീയതി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനൊരു പാലം വേണം. ആ പാലം തീർന്നിട്ടില്ല. അപ്പുറത്ത് ഉദ്ഘാടനത്തിനുള്ള ഒരുക്കം സംഗതിയൊക്കെയായി. പാലം തീർന്നിട്ടില്ല. അവസാനം എല്ലാം മുഖ്യമന്ത്രി ഇതിലേ വരും. ഇതിലെ ഇവിടെ തോടല്ലേ, പാലം ഇല്ലല്ലോ അവിടെ. പറഞ്ഞ പോലെ പാലം പണിയാൻ മറന്നുപോയി. ഇങ്ങനെ അവലക്ഷണം ഏർപ്പാടായിട്ട് അല്ല, അത് ഒക്കെ അവലക്ഷണമാണെങ്കിലേ അതിൻ്റെ പ്രവർത്തനം പക്ഷേ എനിക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 6 മാസം ആയുള്ളൂ പണിയാൻ തുടങ്ങിയിട്ട്. എത്രമാത്രം പണം തീർക്കാനായിട്ട്. ഞാൻ ഇന്നലെ ഈ പ്രേക്ഷകർക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ടാണ് അതിൻ്റെ കണക്ക് നമ്മൾ നോക്കിയാൽ ഞെട്ടിപ്പോവും. മൊത്തം പദ്ധതികൾ എനിക്കതിൽ മൊത്തം പദ്ധതിയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, നമ്മളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആൻറ്റോ അഗസ്റ്റ്, അദ്ദേഹം അന്ന് മുതൽ പറഞ്ഞു, ഞാൻ ഈ മുണ്ടക്കൈ ചൂരൽമല രണ്ടാമതുണ്ടാക്കി കൊടുക്കാം, റീകൺസ്ട്രക്ട് ചെയ്ത്. എൻ്റെ കയ്യിൽ 1000 ഏക്കർ സ്ഥലമുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. സർക്കാർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം. അതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാകുന്നു. ഒരാൾ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. ആൻറ്റോ അഗസ്റ്റിൻ വിചാരിച്ചിരുന്നെങ്കിലേ മെസ്സി സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തേനെ. എത്ര കോടിയാണ് മെസ്സിയുടെ കയ്യിലുള്ളത്? അല്ല, 2 പേരുടെ വാഗ്ദാനമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇയാള് നമ്മളുടെ എന്താണ് മുടിയൊക്കെ നീട്ടി വളർത്തിയ ആള്, സ്വർണ്ണ കച്ചവടക്കാരൻ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു 1000 വീട് അതോ 500 വീട്. സ്ഥലം പുള്ളിയുടെ ഇല്ല, പക്ഷെ സ്ഥലമുണ്ടെങ്കിൽ വീട് ഞാൻ വെച്ച് കൊടുക്കുന്നു. അതും സർക്കാർ അംഗീകരിച്ചില്ല. സർക്കാരിന് കാശ് വേണം. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്താണ്. നിങ്ങൾ വേറെ വീടൊക്കെ ഞങ്ങൾ വെച്ചു. അങ്ങനെയാണ് ഇത് ഇത്രയും താമസിച്ചത്. ഞാനത് എല്ലാവരും മറന്നുപോയി എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം വീണ്ടും ആൻറ്റോ അഗസ്റ്റിൻ അങ്ങേരുടെ ഒരു പ്രോഗ്രാമിൽ ഇത് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഓഫർ കൊടുത്തിരുന്നു, സർക്കാരിന് സമ്മതമല്ല, സർക്കാർ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ശരി, പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ആൻറ്റോ അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ കയ്യിലുള്ള സ്ഥലം വിറ്റഴിക്കാനുള്ള പരിപാടിയല്ലായിരുന്നു അത്. നോക്കൂ, വാങ്ങിക്കോട്ടെ, വെറുതെ ആൻറ്റോ അഗസ്റ്റിൻ ഇവിടെ വന്ന് നമ്മുടെ ഈ കൊച്ചിയിൽ വന്നിട്ട് എന്തൊക്കെ കാണിച്ചു, വലിയ പ്രശ്നമായില്ല. അത് മെസ്സി അതൊക്കെ വിട്, അവരൊക്കെ പോട്ടെ. ഇത് മൊത്തത്തിൽ ഈ സാധനം സർക്കാരിന് തിരിച്ചടിയായിട്ട് വരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്നത് ആൻറ്റോ അഗസ്റ്റിനാണെങ്കിലും എന്തോ സർക്കാരിനൊരു ക്ഷീണം എന്നുള്ള രീതി. ഇപ്പോൾ ആൻറ്റോ അഗസ്റ്റിനാണ് ഞാൻ മെസ്സിയെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അബ്ദുറഹ്മാന് വല്ല കാര്യമുണ്ടോ അതിൽ കയറി ചാടി വീണു. നാണക്കേടായപ്പോൾ എന്തായി, ആൻറ്റോ അഗസ്റ്റിൻ സൂത്രത്തിൽ അബ്ദുറഹ്മാൻ്റെ തലയിൽ വെച്ച്
അബ്ദുറഹ്മാൻ വെള്ളത്തിലായി. അതായത് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് മൊത്തം ദുരന്തങ്ങൾ ഇങ്ങനെ ചാർത്തി കിട്ടുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു കൈനീട്ടി നിൽക്കുകയാണ് ദുരന്തത്തിന്. അല്ല, പക്ഷേ ഇനിയും അവർക്ക് തിരിച്ചു വരാൻ ഉള്ള സമയമുണ്ട് ഇപ്പോഴും കേട്ടോ. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ സർവേ ജഡ്ജ്മെൻറ്റ് ഒരു സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പിണറായി വിജയനോട് ഇച്ചിരി ആനുകൂല്യമുള്ളവരാണ്. നല്ല സ്ഥലമാണല്ലേ. ചിലപ്പോൾ സുപ്രീം കോടതി അതിൽ കയറി ഒരു സ്റ്റേ കൊടുക്കും. സുപ്രീം കോടതി പറയും മൈനർ ചട്ടലംഘനം കൊണ്ട് സർക്കാരിൻ്റെ ഒരു പോളിസിയെ കയറി അങ്ങ് ആക്രമിച്ചത് ശരിയായില്ല, മെറിറ്റ് നോക്കാൻ ഞങ്ങൾ തൽക്കാലം സ്റ്റേ ചെയ്യുന്നു. സർവേ നടക്കുന്നു. സർവേ ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു, കുറച്ചേ ബാക്കിയുള്ളൂ. അപ്പം പക്ഷേ ഇത് പിണറായി വിജയന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ആത്മവിശ്വാസം പെട്ടെന്നൊന്ന് വർദ്ധിക്കും. നമ്മളിപ്പോ ചർച്ചയുടെ അടിസ്ഥാനം വേണമെങ്കിൽ അവർക്ക് എങ്ങനെ ഇവർക്ക് കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അല്ലെ എന്ന് ഞാൻ പറയുകയില്ല, സമയമുണ്ട് അത് ഞാൻ പറയാം. അവർ ഇപ്പൊ അവർ ഡൗൺ സ്ലൈഡിലാണ്. ഇതൊക്കെ ബട്ട് അവർക്ക് തിരിച്ച് ഒരു അപ്സ്വിങ്ങിനുള്ള സമയം ഇപ്പോഴും ഉണ്ട്. പൊളിറ്റിക്സിൽ ഒരു രാത്രി നേരം വെളുത്ത് കഴിയുമ്പോൾ സംഗതി മാറുമല്ലോ. DG പറഞ്ഞത് സ്വീകരിച്ചിട്ട് അവര് JB കോശി റിപ്പോർട്ട് ഇങ്ങനെ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും അടുത്ത പുലിവാലി. അതെന്തായിരിക്കും? അതൊന്നും ആയില്ലല്ലോ. അല്ലെ, എനിക്ക് ഇവരെല്ലാം കൂടെ ഒരു കൺസെൻസസിലെത്തിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. NSSന് സുപ്രീം കോടതി കൊടുത്ത ജഡ്ജ്മെൻറ്റ് മറ്റ് സമുദായങ്ങൾക്കും കൂടെ ബാധകമാക്കണം. എല്ലാവരും TV നോക്കുമ്പോൾ ന്യായമാണല്ലോ. NSS ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ. എന്താ ഈ കിട്ടാനുള്ളത്? വികലാംഗ നിയമനം ബ്ലോക്ക് ചെയ്യുക, ഇതാണ് സംഗതി. കോളേജ് അധ്യാപകരുടെ കൂട്ടത്തിൽ 20% മറ്റു വികലാംഗർക്ക് റിസർവേഷൻ, അത് എടുത്തു കളയണം. എങ്കിലേ ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ നിന്ന് കാശ് മേടിക്കാൻ പറ്റില്ല, അയാൾക്ക് അവകാശപ്പെട്ടതായില്ല. ഈ സൗകര്യം ഇങ്ങനെ ഇവരെല്ലാം കൂടെ, ക്രൈസ്തവ സഭയും അവരും ഇവരും സർക്കാരും എല്ലാം കൂടെ ചേർന്നിട്ട് വികലാംഗനെ വഴിയാധാരമായി. അക്കാര്യത്തിൽ എല്ലാവരും ഇപ്പം ഞാനിത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എനിക്കിത് സംശയം തോന്നി. NSSൻ്റെ വിധി മറ്റുള്ളവർക്ക് ബാധകമാക്കണം. ഇവിടെ എന്താ ഈ വിധി? അത് പറയണ്ടേ? പത്രത്തിൽ ഞാൻ വായിച്ചപ്പോൾ അതിൽ NSSന് കിട്ടിയ വിധി മറ്റുള്ളവർക്ക് ബാധകമാകുമെന്ന് ശക്തമായിട്ട് അഭിപ്രായപ്പെടുന്നു. ഇവിടെ എന്താ ഈ വിധി? അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരുത്തൻ എന്നോട് പറഞ്ഞു, മോഹൻദാസ് ഇതാണ് സംഭവം, അവരുടെ കഞ്ഞി പാറ്റയെടുത്ത പരിപാടിയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ താരപ്രചാരകനായിട്ട് A. റഹീമിനെ ഇറക്കിയാൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ദീപാ നിശാന്ത് സ്വതന്ത്രയായിട്ട് വന്നിട്ടുണ്ട്. അവരെയും പരീക്ഷിക്കാവുന്നു. ആരെ? വനിതാ ആരെയാണ്? ദീപാ നിശാന്ത്. അവര് പേര് മാറ്റിയിട്ടുണ്ട്, TS ദീപ പേര് മാറ്റിയിട്ടുണ്ട്. അതെ. അല്ല, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ അവരൊരു ജാഥ കഴിഞ്ഞില്ല, 3 ജാഥകൾ. ആ 3 ജാഥകളും സതീശൻ്റെ ജാഥയായിട്ട് നോക്കുമ്പോൾ പരാജയമായിരുന്നാണ് CPI തീരുമാനിച്ചത് അല്ലേ? CPI റിപ്പോർട്ടാണ്. അതങ്ങനെയാണ് അവരുടെ റിപ്പോർട്ട്. ആളുണ്ടായില്ല, യോഗത്തിൻ്റെ യോഗത്തിൽ പോലും ആളില്ല. അതിനാകെ ഒരു ഗുണം എനിക്ക് തോന്നിയത് 3 പാർട്ടി എന്നുവെച്ചാൽ ഘടകകക്ഷികളുടെ 3 നേതാക്കന്മാരെ അതിൻ്റെ അകത്ത് ഉയർത്തി കാണിക്കാൻ പറ്റി എന്നാൽ മാത്രം. അതൊരു ഡെമോക്രാറ്റിക് ആസ്പെക്റ്റ് അതിനുണ്ട്. ബാക്കിയുള്ള കാര്യത്തിലും അത് മോശമായിരിക്കാം. മോശമാകുന്ന ഈ സമയം TG പറഞ്ഞായരെ ഒരു ജാഥയല്ലേ കഴിഞ്ഞുള്ളൂ. അടുത്ത ജാഥക്ക് നമുക്ക് പരിഹരിക്കാം. കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അതിൽ. ഈ പന്തലിട്ട് പ്രസംഗിക്കുന്ന കലാപരിപാടിയുടെ കാലം കഴിഞ്ഞ് അതിന് ആളെ കിട്ടില്ല. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന പിന്നെ പാർട്ടി വണ്ടിയിട്ട് മൊബിലൈസ് ചെയ്ത് ആളെ കൊണ്ടുവന്നില്ലെങ്കിൽ എത്ര പേരുണ്ടാകും? ഇപ്പൊ സുഖമായിട്ട് ടിവിയിൽ കാണാം, മൊബൈലിൽ ഇത് കാണാം. പണ്ട് നേതാവിനെ കാണുന്നത് നമ്മൾ അവിടെ പോയാലേ പറ്റുള്ളൂ. ഇപ്പൊ ഇത് കുറെ കൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാം. അവിടെ പോയി വേർക്കേണ്ട കാര്യം. ഈ യാഥാർത്ഥ്യബോധമൊക്കെ എല്ലാവരും മനസ്സിലാക്കിയത് നല്ലതാണ്. അതല്ലാണ്ട് പഴയ പോലത്തെ നമ്മുടെ ബെർണാഡ് കാലത്ത് എന്താണ് അവിടെ പ്രസംഗിക്കാനായിട്ട് ഒരു പ്രത്യേക, നമ്മുടെ തിരുവനന്തപുരത്താണ് പുത്തരികണ്ഠം മൈതാനി, അവിടെ നേതാവ് കയറുന്ന പ്രസംഗിച്ച ആളുകൾ ഓടിക്കൂടുന്ന കാലം ഉണ്ടായിരുന്നു. അത് പോയില്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.